ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് കോൺഗ്രസ് മഹാശക്തിയായിരുന്നു. എന്നാൽ 1989 ശേഷം ആ ശക്തി ക്ഷയിച്ച് പാർട്ടി ഈർക്കിലി പാർട്ടിയായി. അതിനുശേഷം മികച്ചൊരു പ്രകടനമുണ്ടായത് 20 വർഷത്തിന് ശേഷം 2009 ലോക്സഭയിലേക്കുള്ള കോൺഗ്രസ് എണ്ണം 2 അക്കത്തിലേക്ക് എത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. എന്നാൽ 2014 മോദി തരംഗത്തിൽ വീണ്ടും കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായി. ഉത്തർപ്രദേശിൽ 2022 തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയാവുക എന്ന ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ ഗോദയിലിറക്കിയിരിക്കുന്നത്. ജാതി രാഷ്ട്രീയത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഉത്തർപ്രദേശ് ഭൂമികയിൽ പ്രിയങ്കയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതം പ്രതീക്ഷിക്കരുതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള റോഡ് മാപ്പ് ഇപ്പോഴേ ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷ്യം 2022 ആണെങ്കിൽ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഉത്തർപ്രദേശിനെ അറിയൽ. ലക്നൌവിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് കണ്ണെത്താത്ത ഉൾനാടൻ ഗ്രാമങ്ങളിൽ നേരിട്ട് ചെന്ന് ഉത്തർപ്രദേശിന്റെ ഹൃദയം ഉൾക്കൊള്ളുകയാണ് പ്രിയങ്കയുടെ ലക്ഷ്യം. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും മണ്ണാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും കോൺഗ്രസ് സ്നേഹമുണ്ട്. ഈ യാഥാർത്ഥ്യം വൈകിയെങ്കിലും തിരിച്ചറിയുകയാണ് കോൺഗ്രസ് നേതൃത്വം. വമ്പൻ റാലികളോ പ്രചാരണ യോഗങ്ങളോ അല്ല പ്രിയങ്ക ഉത്തർപ്രദേശിൽ നടത്തുന്നത്. ചെറുകൂട്ടങ്ങളുമായുള്ള സൗഹൃദ സംഭാഷണമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രീതി. അതിൽ പാർട്ടിക്കാർ മാത്രമല്ല, സമൂഹത്തിന്റെ നാനാതലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരോടൊക്കെ പ്രിയങ്ക ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ശക്തിയെക്കുറിച്ച്, ദൌർബല്യങ്ങളെക്കുറിച്ച്, BJPയെക്കുറിച്ച്, അവരുടെ പദ്ധതികളെക്കുറിച്ച്. ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ തിരിച്ചറിയുക എന്നത് തന്നെയാണ് ലക്ഷ്യം. രാഹുലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പ്രിയങ്കയുടെ ശൈലി. രാഹുൽ ഹൈടെക് ടാലന്റ് ഹണ്ടാണ് നടത്തുന്നതെങ്കിൽ പ്രിയങ്കയുടെ ശൈലി ഈ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് നേതാവിനെ കണ്ടെടുക്കുക എന്നതാണ്. 80 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രിയങ്ക എത്തുമെന്നും വിധമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് പ്രചാരണ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു സംഘം തന്നെ പ്രിയങ്കയുടെ പ്രചാരണം ആസൂത്രണം ചെയ്യാനുണ്ട്. ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നുവോ അവർ ഡൽഹി ഭരിക്കും എന്നാണ് ചൊല്ല്. വാസ്തവത്തിൽ ഇത് അപൂർവമായേ തെറ്റിയിട്ടുള്ളൂ. 80 സീറ്റുകളിൽ 15 മുതൽ 20 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 10 സീറ്റ് കിട്ടിയാൽ തന്നെ ഇപ്പോഴത്തെ UP രാഷ്ട്രീയ കാലാവസ്ഥയിൽ ലോട്ടറിയാണ്. കാത്തിരുന്നു കാണുക എന്നതാണ് പ്രിയങ്കയുടെ ശൈലി. വലിയ കോലാഹലങ്ങളോടല്ല, മൃദു സംഭാഷണങ്ങളോടാണ് പ്രിയങ്കയ്ക്ക് താല്പര്യം. ജനങ്ങൾ തന്നിലേക്ക് എത്തും വിധം പുഞ്ചിരി പടർത്തുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി.